Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. നമ്മൾ വിൻഡോസ് സെർച്ച് എന്ന ക്വിക്ക് ടൂൾ ബാറിലെ അഡീഷണൽ ഫീച്ചറിനെ കുറിച്ച് അഥവാ അഡീഷണൽ സെർച്ച് ഫീച്ചറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നോക്കുന്നത് ഈ വിൻഡോസ് സെർച്ച് എന്ന അഡീഷണൽ ഫീച്ചർ എങ്ങനെ ക്വിക്ക് ടൂൾ ബാറിൽ നിന്ന് ഇഷ്ടാനുസരണം റിമൂവ് ചെയ്യാം, ഇനി അഥവാ ഇത് റിമൂവ് ചെയ്യപ്പെട്ടാൽ എങ്ങനെ തിരികെ ക്വിക്ക് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം എന്നീ രണ്ട് കാര്യങ്ങളാണ്. അധികം ആമുഖമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ടാസ്ക് ബാർ നോക്കി വരാം. അതിനു മുമ്പ് ഫോക്കസ് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് എം. ഡെസ്ക്ടോപ്പ് ലിസ്റ്റ് മൈ സ്ക്രീൻ റെക്കോർഡർ പ്രോ 520 ഓഫ് 55. ഇപ്പോൾ എൻ്റെ ഫോക്കസ് ഡെസ്ക്ടോപ്പിലെത്തി. ടൈറ്റിൽ പ്രോഗ്രാം മാനേജർ. നമുക്കറിയുന്നതുപോലെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്താൽ സ്റ്റാർട്ട് ബട്ടൺ, വീണ്ടും ടാബ് കീ പ്രസ് ചെയ്താൽ ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിൻഡോസ് സെർച്ച്. ഒരിക്കൽ കൂടി ടാബ് ടു കോർട്ടാന ബട്ടൺ, ടാസ്ക് വ്യൂ, റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ടൂൾ ബാർ, മൈക്രോസോഫ്റ്റ് എഡ്ജ് ബട്ടൺ, ടാസ്ക് ബാർ, വീണ്ടും ടാബ് 28C മോസ്റ്റ്ലി ക്ലിയർ ബട്ടൺ, വെദർ കാണിക്കുന്നുണ്ട്, യൂസർ പ്രൊമോട്ടഡ് നോട്ടിഫിക്കേഷൻ ഏരിയ ടൂൾ ബാർ, മീറ്റ് നൗ ബട്ടൺ, നോട്ടിഫിക്കേഷൻ ഏരിയ, ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ, റൈറ്റ് കോർണറിലെ ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ, വീണ്ടും ഡെസ്ക്ടോപ്പ് ലിസ്റ്റ് മൈ സ്ക്രീൻ റെക്കോർഡർ പ്രോ 520 ഓഫ് 55, ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പിന്റെ ലേഔട്ട് വരുന്നത്. ഇതിൽ തന്നെ ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന ബട്ടനാണ് വിൻഡോസ് സെർച്ച്. ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. ഇതിനായി ഫോക്കസ് ക്വിക്ക് ടൂൾ ബാറിലേക്ക് കൊണ്ടുപോകുന്നു, അഥവാ സ്റ്റാർട്ട് ബട്ടന് വലതുഭാഗത്തുള്ള ക്വിക്ക് ടൂൾ ബാർ ടാബ് കീ പ്രസ് ചെയ്യുന്നു. സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിലുള്ള സ്റ്റാർട്ട് ബട്ടനാണിത്. ഒരിക്കൽ കൂടി ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ. ഇതാണ് നമ്മുടെ വിൻഡോസ് സെർച്ച്. ഇത് റിമൂവ് ചെയ്യുകയാണ്. ഇതിനായി ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ എന്ന ഈ ബട്ടൺ ഫോക്കസ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. കോണ്ടെക്സ്റ്റ് മെനു, ശേഷം ഡൗൺ ആരോ, ടൂൾ ബാർസ് സബ് മെനു, സെർച്ച് സബ് മെനു. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു ബൈ പ്രസിംഗ് റൈറ്റ് ആരോ. ഹിഡൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഹിഡൻ. ഷോ സെർച്ച് ഐക്കൺ ചെക്ക്ഡ് W. ഷോ സെർച്ച് ഐക്കൺ ചെക്ക്ഡ്. ഷോ സെർച്ച് ബോക്സ് B. ഷോ സെർച്ച് ബോക്സ്. ഷോ സെർച്ച് ഹൈലൈറ്റ്സ് H. ഷോ സെർച്ച് ഹൈലൈറ്റ്സ്. ഓപ്പൺ ഓൺ ഹോവർ അൺഅവൈലബിൾ. ഓപ്പൺ ഓൺ ഹോവർ. ഹിഡൻ. ഇത്രയും ഓപ്ഷൻസ് ആണ് സെർച്ച് സബ് മെനുവിലുള്ളത്. ഇതിൽ ഷോ സെർച്ച് ഐക്കൺ ചെക്ക്ഡ് W. ഇതാണ് ഇപ്പോൾ ചെക്ക്ഡ് ആയിട്ടുള്ളത്. ഷോ സെർച്ച് ഐക്കൺ അഥവാ നമ്മുടെ വിൻഡോസ് സെർച്ച് ഫീച്ചറാണിത്. നിലവിൽ ഷോ സെർച്ച് ഐക്കൺ ചെക്ക്ഡ് എന്നാണ് കാണിക്കുന്നത്. ഇത് ഹിഡൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് സെർച്ച് എന്ന അഡീഷണൽ ഫീച്ചർ അല്ലെങ്കിൽ ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ ക്വിക്ക് ടൂൾ ബാറിൽ നിന്ന് അപ്രത്യക്ഷമാകും. നോക്കാം. ഞാനിവിടെ ഫോക്കസ് ഹിഡൻ എന്ന ഈ മെനു ഐറ്റം എൻ്റർ ചെയ്യുകയാണ്. ഫോക്കസ് തിരികെ ടാസ്ക് ബാറിലെത്തി. ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് എം. ഡെസ്ക്ടോപ്പ് ലിസ്റ്റ്, ശേഷം ടാബ് കീ പ്രസ് ചെയ്യുന്നു. സ്ക്രീനിന്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ സ്റ്റാർട്ട് ബട്ടൺ, ഒരിക്കൽ കൂടി ടോക്ക് ടു കോർട്ടാന ബട്ടൺ. ഇവിടെ ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ കാണാനില്ല. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ല എങ്കിൽ വിൻഡോസ് സെർച്ച് എന്ന അഡീഷണൽ ഫീച്ചർ ഒഴിവാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ ഒഴിവായി പോയ വിൻഡോസ് സെർച്ച് തിരികെ എങ്ങനെ നമ്മുടെ ക്വിക്ക് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. സ്റ്റാർട്ട് ബട്ടൺ, ടോക്ക് ടു കോർട്ടാന ബട്ടൺ. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ എന്ന വിൻഡോസ് സെർച്ച് ഉണ്ടായിരുന്നത്. ഇത് നിലവിൽ ഇവിടെ കാണുന്നില്ല. ഇത് തിരികെ കൊണ്ടുവരുന്നതിനായി സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ നിലവിൽ ഫോക്കസ് ടോക്ക് ടു കോർട്ടാന ബട്ടൺ. ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. ഡൗൺ ആരോ, സെർച്ച് സബ് മെനു, റൈറ്റ് ആരോ പ്രസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. നിലവിൽ ഹിഡൻ ആണ് ചെക്ക്ഡ് ആയിട്ടുള്ളത്. ഷോ സെർച്ച് ഐക്കൺ എന്ന ഈ ഒരു ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നു. നിലവിൽ ഫോക്കസ് തിരികെ ടോക്ക് ടു കോർട്ടാന ബട്ടണിലെത്തി. ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ തിരികെ എത്തിയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിലേക്ക് പോവാണ് ബൈ പ്രസിംഗ് വിൻഡോസ് എം. ശേഷം ടാബ് കീ പ്രസ് ചെയ്യുന്നു. സ്റ്റാർട്ട് ബട്ടൺ ലെഫ്റ്റ് ബോട്ടം കോർണർ, ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ, ടോക്ക് ടു കോർട്ടാന ബട്ടൺ. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടന്റെയും ടോക്ക് ടു കോർട്ടാന ബട്ടന്റെയും ഇടയിൽ ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ എന്ന വിൻഡോസ് സെർച്ച് ബട്ടൺ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ വിൻഡോസ് സെർച്ച് ക്വിക്ക് ടൂൾ ബാറിൽ നിന്ന് റിമൂവ് ചെയ്യാനും തിരികെ ആഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്.
ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you like the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.